നീറ്റ് നെറ്റ് പ്രവേശന പരീക്ഷാ ക്രമക്കേടിൽ കടുത്ത ആശങ്ക അറിയിച്ച് കേരള നിയമസഭ ഐകകണ്ഠമായി പ്രമേയം പാസാക്കി. തട്ടിപ്പിന് പിന്നിലെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. എൻഡിഎയും കേന്ദ്ര സർക്കാരും കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വ്യാപക ക്രമക്കേടും അഴിമതിയും പണമിടപാടും നീറ്റ് ക്രമക്കേടിന് പിന്നിലുണ്ടെന്ന് പ്രമേയം അവതരിപ്പിച്ച എം വിജിൻ MLA പറഞ്ഞു. നിർഭൻ ചക്രവർത്തി വിവരങ്ങൾ നൽകും. അസിത, രാജ്യത്തെ വിദ്യാർത്ഥികളെ ആകെ ആശങ്കയിലാക്കിയ നീറ്റ് വിഷയമാണ് സഭ ഇന്ന് ഉപക്ഷേപവുമായി 2 മണിക്കൂർ കേരള നിയമസഭ ചർച്ച ചെയ്തത്. രാജ്യത്ത് ഏക സംസ്ഥാന സർക്കാരാണ് നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഉപക്ഷേപം കൊണ്ടുവന്നത്. ഈ നിയമസഭയിൽ പൊതുവികാരം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഐകകണ്ഠേന ഒരു പൊതുവികാരം ഉയർന്നു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണപക്ഷത്തെ MLA കൂടിയായിട്ടുള്ള എം വിജിനാണ് ഈ ഉപക്ഷേപം അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന പരാമർശങ്ങളാണ് എം വിജിൻ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് വിജിൻ്റെ ഉപക്ഷേപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടിയത് വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഇത് സംബന്ധിച്ച് ഉണ്ടായി. 24 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത്. അവരിൽ നിന്ന് പണം വ്യാപകമായി പിരിച്ചെടുക്കുന്നു. ഒരു തരത്തിലുള്ള സുതാര്യതയും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എഴുതി അതിൽ നീറ്റ് പരീക്ഷയിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയിൽ പട്ടികയിൽ വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ്. നിരവധി രക്ഷകർത്താക്കളുടെ മനസ്സിൽ തീ കോരി ഇടുന്നത് തരത്തിലായി നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്. കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ഇക്കാര്യത്തിൽ ഈ പറയുന്ന കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിലടക്കം അടിച്ചേൽപ്പിക്കാനുള്ള RSS അജണ്ട, അതോടൊപ്പം തന്നെ ട്രെയിൻ സെൻറ്ററുകളുമായി നടത്തിയ കോടികളുടെ കുംഭകോണമാണ് നീറ്റ് പരീക്ഷയിൽ ഉണ്ടായത് എന്നും എം വിജിൻ പറഞ്ഞു. ധൃതി പിടിച്ച് റിസൾട്ട് ജൂൺ 4 പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം നടക്കുന്ന ചർച്ചയിൽ നീറ്റ് റിസൾട്ട് മുങ്ങിപ്പോകണമെന്ന ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് എന്നതാണ്. ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെ MLA-മാരും അതിരൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം എല്ലാ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ MLA-മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ചോർച്ചയുടെ സർക്കാരായി മാറിയെന്ന് എം മുനീർ, ലീഗിൻ്റെ MLA ആയ മുനീർ അടക്കം രൂക്ഷമായി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. ലീക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ. എത്രയാണ് 6 ലക്ഷം രൂപയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വരുന്നത്. ഇതൊരു കച്ചവടമാണ്. ട്യൂട്ടോറിയൽ കോളേജുകളെല്ലാം മാറി കോച്ചിങ് സെൻറ്ററുകളായി മാറി, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളായി മാറിയതിൻ്റെ ഒരു വലിയ മത്സരം പ്രത്യേകിച്ച് വടക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ എതിരെയുള്ള വിമർശനം എല്ലാം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തണം, കുറ്റക്കാരെ ശിക്ഷിക്കണം എന്ന് ഐകകണ്ഠേന ഉപക്ഷേപത്തിൽ ആവശ്യപ്പെട്ടു. അത് സഭ ഒന്നടങ്കം ഭൂരിപക്ഷം ഐകകണ്ഠേന ഇത് അംഗീകരിക്കുകയായിരുന്നു. എം വിജിൻ അവതരിപ്പിച്ച ഉപക്ഷേപത്തിൽ വിവരങ്ങൾ നൽകിയത്. രാജ്യം ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയം കേരള നിയമസഭയും അതിന്റെ പ്രാധാന്യത്തിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ് ഇന്ന്.